Next question. You are given a thread and a meter scale. നിങ്ങൾക്ക് ഒരു ത്രെഡും ഒരു സ്കെയിലും തരുന്നു. How will you estimate the diameter of thread? ത്രെഡിന്റെ ഡയമീറ്റർ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ത്രെഡിന്റെ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? വല്ല പ്രയാസമുണ്ടോ? ഒരു ത്രെഡും തരുന്നു, പിന്നെ ഒരു സ്കെയിലും തരുന്നു. നിങ്ങൾ എങ്ങനെ ആ ത്രെഡിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കും? ത്രെഡിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ത്രെഡിന്റെ തിക്നെസ് അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് സേ നിങ്ങൾക്ക് ഞാൻ തരുന്ന എന്തൊക്കെയാണ്? ഒരു സ്കെയിലും തരുന്നു, പിന്നെ സൗരവേ ഒരു സ്കെയിൽ തരട്ടെ, ഒരു സ്കെയിലും തരുന്നു, പിന്നെ ഒരു ത്രെഡും തരുന്നു. കുറച്ച് നീളമുള്ളൊരു ത്രെഡാണ്. ഈ ത്രെഡിന്റെ ഡയമീറ്റർ നീ കണ്ടുപിടിക്കണം. ത്രെഡിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെഡിന്റെ തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു കൊച്ചു പൈപ്പ് എടുക്കാം, ഒരു PVC പൈപ്പ് എടുക്കാം. ഒരു PVC പൈപ്പാണ്. ഓക്കെ, ഈ പൈപ്പിന്റെ പുറത്ത് ഈ ത്രെഡിനെ നമുക്ക് വൈൻഡ് ചെയ്യാം. കണ്ടോ? വൈൻഡ് ചെയ്തെടുക്കുക, അടുത്തടുത്ത് വരണേ. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ഗ്യാപ്പില്ലാതെ വൈൻഡ് ചെയ്യാം. ഓക്കെ, വൈൻഡ് ചെയ്ത് വൈൻഡ് ചെയ്ത് വൈൻഡ് ചെയ്ത് വൈൻഡ് ചെയ്ത് കണ്ടോ? ഇത്രയാക്കി കണ്ടോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇതിനകത്ത് ഇപ്പോ N ടേൺസ് ഉണ്ടെന്നിരിക്കട്ടെ. എത്ര ടേൺസ് ഉണ്ട്? N ടേൺസ് ഉണ്ട്. ഇനി നിങ്ങൾ സ്കെയിൽ എടുത്തോണ്ട് വന്നിട്ട് ദാണ്ട ഈ ഇത്രയും ലെങ്ത് അളക്കുക. ഓക്കെ, N ടേൺസിന്റെ തിക്നെസ് അളക്കുക. സോ മെഷർ വാട്ട്? യു മെഷർ തിക്നെസ് ഓഫ് വാട്ട്? N ടേൺസ്. N ടേൺസിന്റെ തിക്നെസ് മെഷർ ചെയ്യുക. ഓക്കെ, ദിസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ്. ഇതിനെ ഇപ്പൊ ഇത്രയും എണ്ണം കൂടെ ചേരുമ്പോൾ തിക്നെസ് കിട്ടി. ഇതാണ് ഇതായത്. ഓക്കെ, അതിനെ എത്ര ടേൺസ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദ തിക്നെസ് ഓഫ് വൺ ത്രെഡ്. ഓക്കെ, 1 ടേൺ. അപ്പോ അതെന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലേ? എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? സേ യു ടേക്ക് എ PVC പൈപ്പ്, then wind your thread over that. See, there should not be any gap between the turns. The turns must be very close. Then suppose there are N turns. Okay, then you measure the thickness of N turns using your scale. You are getting an answer. You divide that answer by number of turns. You will get the thickness of 1 turn. Thickness of 1 turn is what? Diameter of the thread. You got the idea? See, what will you do? Take a PVC pipe. Okay, wind the thread carefully over that. Without the turns must be touching each other. There should not be any gaps. Then suppose you are making N turns, then you measure the thickness of N turns, then you divide your answer by number of turns. You will get the answer of what? Thickness of 1 turn. Thickness of 1 turn is what? Diameter of your thread. മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് വായിക്കൂ. സെക്കൻഡ് പാർട്ട് ഒന്ന് വായിച്ചേ. എ സ്ക്രൂ ഗേജ് എന്നുള്ള പാർട്ട് വായിച്ചോ? നോക്കൂ. എ സ്ക്രൂ ഗേജ് ഹാസ് എ പിച്ച് 1 millimeter and 200 divisions on circular scale. Is it possible to increase the accuracy by increasing the number of divisions on circular scale? എന്നാണ് ക്വസ്റ്റ്യൻ. സ്ക്രൂ ഗേജ് നമുക്ക് അറിയാവുന്ന ഡിവൈസ് ആണ്. അപ്പൊ സ്ക്രൂ ഗേജിന്റെ കേസിൽ സ്ക്രൂ ഗേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. സ്ക്രൂ ഗേജിന്റെ ഹാസ് പിച്ച് 1 millimeter. അപ്പൊ അതിന്റെ പിച്ച് തന്നിട്ടുണ്ട്. പിച്ച് ഈസ് 1 millimeter. നമുക്കറിയാവുന്നതാണ് പിച്ച് എന്താന്നൊക്കെ. പിച്ച് 1 millimeter ആണ്. 200 divisions on circular scale. So number of divisions on circular scale. Circular scale. Circular scaleന്റെ വേറൊരു പേര് പറ. ഹെഡ് സ്കെയിൽ. ഇപ്പൊ ഹെഡ് സ്കെയിലിലെ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാ? 200 ആണ്. ഓക്കെ, ഇനി എന്താണ്? Is it possible to increase the accuracy by increasing the number of divisions on circular scale? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞേ. നിങ്ങൾ തന്നെ പറയൂ. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ എന്നല്ലേ നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ. അപ്പൊ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ
സർക്കുലാർ സ്കെയിലിന് അല്ലേ? അല്ലേടെ? അപ്പോൾ സർക്കുലാർ സ്കെയിലിന്റെ നമ്പർ ഓഫ് ഡിവിഷൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ലീസ്റ്റ് കൗണ്ട്. അതായത് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ കൂടിയാൽ ലീസ്റ്റ് കൗണ്ട് കുറയും. ലീസ്റ്റ് കൗണ്ട് എത്രത്തോളം കുഞ്ഞാണോ അത്രത്തോളം ആക്യുറേറ്റ് ആണ് ഡിവൈസ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. എന്താണ് ക്വസ്റ്റ്യനകത്ത്? ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്രീസ് ആക്യുറസി ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സർക്കുലാർ സ്കെയിൽ? നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ കൂട്ടുമ്പോൾ ആക്യുറസി കൂടുമോന്ന്? യെസ്, നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ കൂടുമ്പോൾ ലീസ്റ്റ് കൗണ്ട് കുറയും. ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞാൽ ആക്യുറസി കൂടും. ഒരു ബുദ്ധിമുട്ടുമില്ല. സി, നിങ്ങൾക്ക് അറിയാന്നുള്ള ഡിവൈസ് ആണ് സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജിന്റെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയൂ. വാട്ട് ഈസ് എ പിച്ച്? സോ പിച്ച് ഈസ് 1 millimeter. Then number of divisions on circular scale. Circular scale is otherwise known as head scale. How many divisions are there? 200. Then what is the equation to calculate least count? Least count is equal to pitch divided by number of divisions on circular scale. This is non-equation. Then it is very clear least count is inversely proportional to number of divisions on circular scale. അത്രയും അറിയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്ക് എന്താണ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ കൂട്ടിയാൽ ആക്യുറസി എങ്ങനെ ഇരിക്കുമെന്ന്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ കൂട്ടിയാൽ ലീസ്റ്റ് കൗണ്ട് കുറയും. ലീസ്റ്റ് കൗണ്ട് കുറയുമ്പോ ആക്യുറസി കൂടും. അതല്ലേ? See, so once again, so what do we know about the screw gauge? See, in the question, pitch of the screw gauge is given. What is the pitch given? 1 millimeter. The number of divisions on circular scale is also given. Circular scale is otherwise known as head scale. Then what is the equation to calculate least count? Least count is equal to pitch divided by number of divisions on circular scale. No problem. Then see, least count is inversely proportional to number of divisions on circular scale. Okay. Then in our question, what they have asked, see, what happens when number of divisions on circular scale is increased? When number of divisions on circular scale is increased, least count decreases. When least count decreases, accuracy increases. Got it? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. എന്താണ് അതിന്റെ സി പാർട്ട് വായിക്കൂ. ദ മെയിൻ ഡയമീറ്റർ എന്നുള്ളത് പെട്ടെന്ന് വായിക്കൂ. വായിച്ചോ? എന്താണ്? The mean diameter of a thin brass rod is measured by a vernier calipers. ഒരു വെർണിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് എന്താണ് ഒരു ബ്രാസ് റോഡിന്റെ, ഇപ്പൊ ഒരു റോഡ് ഞാൻ വരയ്ക്കാം. ഇതാണ് ഒരു റോഡ്, ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ഒരു റോഡാണ്. ഇതിന്റെ ഡയമീറ്റർ മെഷർ ചെയ്തു. ഓക്കെ, ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഡിവൈസ് ഏതാ? വെർണിയർ കാലിപ്പേഴ്സ്. സോ വെർണിയർ കാലിപ്പേഴ്സ്. ഓക്കെ, സോ ഇതാണ് ഉപയോഗിച്ച ഡിവൈസ്. വൈ എ സെറ്റ് ഓഫ് 100 മെഷർമെന്റ്സ് expected to yield more reliable estimate than 5 measurements only. ഇപ്പൊ ഞാൻ സൗരവിനെയാണ് എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി വിളിച്ചത്. എടാ ഇതിന്റെ ഡയമീറ്റർ ഒന്ന് മെഷർ ചെയ്യൂ വെർണിയർ വെച്ചിട്ട്. അവൻ പോയി ഒരു 5 ട്രയലൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നു. ഇനി പ്രണവാണെങ്കിലോ, പ്രണവ് പോയി 100 ഒബ്സർവേഷൻ നടത്തി, 100 ഒബ്സർവേഷൻ നടത്തി. അപ്പോ ഇവൻ എന്താണ്, സൗരവ് എന്ന് പറയുന്ന മടിയനാണ്. അപ്പൊ 5 ഒബ്സർവേഷനെ നടത്തിയുള്ളൂ. ഇവനാണെങ്കിലോ, പ്രണവാണെങ്കിലോ 100 ഒബ്സർവേഷൻ നടത്തി. ഇതിനകത്ത് ആരെ ഞാൻ വിശ്വസിക്കും? എനിക്ക് പ്രണവിനെ വിശ്വസിക്കാനേ നിവർത്തിയുള്ളൂ. കാരണം അവന്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുതലാണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുമ്പോൾ മീൻ എറർ കുറയും. എന്ത് കുറയും? മീൻ എറർ കുറയും. അപ്പൊ ക്വസ്റ്റ്യൻ നെഗ്ലക്ട് ചെയ്ത് കളയരുത്. അപ്പൊ നമ്മളെപ്പോഴും ആക്യുറസി ഉള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കൂട്ടണം? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂട്ടണം. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂട്ടുമ്പോൾ മീൻ എറർ ഡിക്രീസ് ചെയ്യും. അതല്ലേ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ദ മീൻ ഡയമീറ്റർ ഓഫ് എ ബ്രാസ് റോഡ് ഈസ് മെഷർഡ് ബൈ വെർണിയർ കാലിപ്പേഴ്സ്. വൈ ഈസ് എ സെറ്റ് ഓഫ് 100 മെഷർമെന്റ്സ് expected to yield more reliable estimate than a set of 5 measurements. എന്താണ് ക്വസ്റ്റ്യൻ? സോ എന്താണ് തന്നിരിക്കുന്നത്? when the number of observations is increased, reliability increases. Then because mean error is decreased, mean error എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. So once again, when the number of observations increases, mean error decreases, accuracy increases. Okay, അപ്പൊ ഇതിനകത്ത് നല്ലതാരാണ്? പ്രണവാണോ നമ്മുടെ സൗരവാണോ നല്ലത്? പ്രണവാണ്. ഓക്കെ.